ഇന്ന് നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഒരു ടൊമാറ്റോ റൈസ് നോക്കിയാലോ. അതിന് വേണ്ടി 3 തക്കാളി, ഓനിയൻ, ഗാർലിക്, പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, കറുവാപ്പട്ട, ഗ്രാമ്പു, സ്റ്റാർ, ഏലയ്ക്ക, ഇത്രയും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഒരു അടുപ്പ് കത്തിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള, ഓനിയൻ ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒന്ന് ഫ്രൈ ആയി വന്ന ഉടനെ ഇതിലേക്ക് തക്കാളി നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗാർലിക്ക്, പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇച്ചിരി നേരം തണുപ്പിക്കാൻ വയ്ക്കണം. തണുപ്പിക്കാൻ വച്ചതിന് ശേഷം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുത്തിട്ട് വരണം. ഇതിലേക്ക് മല്ലിയിലയും ഏലക്കായും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ ഇട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം പേസ്റ്റ് പരുവത്തിൽ. എന്നിട്ട് അതേ സെയിം കുക്കറിലാണെങ്കിൽ 2 ഗ്ലാസ് ബിരിയാണി റൈസ് നല്ലവണ്ണം കഴുകി അത് വെള്ളം ഊറ്റി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് പട്ട, ഗ്രാമ്പ്, സ്റ്റാർ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് റൈസിന് 4 ഗ്ലാസ് വെള്ളം വേണം. ഈ വെള്ളത്തിന് പകരം ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. 3 കപ്പ് തേങ്ങാപ്പാലും 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തേച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇച്ചിരി ഗരം മസാലയോ ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഇച്ചിരി ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പ്രഷർ ഇറങ്ങി കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി കിടു ടേസ്റ്റ് ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ടാവും. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും. നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ.